ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്ററാണ്. വണ്ടി വർക്കിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഫ്രണ്ട് ഷോക്ക് അബ്സർ ചെക്കപ്പ്, അതേപോലെ ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട്. പിന്നെ സെൽഫ് ചില സമയങ്ങളിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, മൈലേജ് ഷോട്ട് ഉണ്ട്. പിന്നെ വാട്ടർ സർവീസ്, ഓൾ കേബിൾ ചെക്കപ്പ് പറഞ്ഞു കേട്ടോ. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അതിനകത്ത് വാഷിങ്ങിൻ്റെ കേസ് നമുക്കൊരു സംശയമാണ്. കാരണം ഞാൻ ഓൾറെഡി വാഷ് ചെയ്യുന്നിടത്ത് ആൾ പണിക്കാരില്ലായത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നോക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ബാക്കിയത്തെ വർക്ക് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള നമ്മുടെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഫ്രണ്ട് ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി ഉണ്ട്. അതായത് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് ഷോക്കാണ് നമുക്ക് മെയിൻ ലീക്ക് ആയേക്കണേ. പക്ഷേ നമുക്കത് മാറ്റണ സമയത്ത് രണ്ടും കൂടിയേ മാറ്റാനേ പറ്റുള്ളൂ. കാരണം ഈ ഷോക്കും രണ്ട് സൈഡിലെ ഷോക്ക് അബ്സറും മാറ്റണം കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മളുടെ ഈ ലിങ്ക് ബുഷ് ഉണ്ടല്ലോ, ഈ ലിങ്കിൻ്റെ ബുഷും പോയി കിടക്കുക. കാരണം ഞാൻ അത് പ്ലേ ഉണ്ട്, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. അത് മാറ്റാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 100 രൂപ താഴെ വരുള്ളൂ. നേരെ മറിച്ച് നമുക്കത് ഫുൾ സെറ്റ് ബുഷുകൾ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ 500 ചില്ലാൻ്റെ നമുക്ക് അതിന് റേറ്റ് വരാം. കാരണം അതിൻ്റെ ഉള്ളിൽ വന്നത് മെയിനായിട്ട് വന്ന കോളർ വന്നത് കോളറിൻ്റെ ബുഷ്, ലിങ്കിൻ്റെ ബുഷ് വന്നത് പിച്ചലയാണ്, കോളർ ബുഷ് മെറ്റലും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. ഞാൻ ആദ്യം കോളർ സെറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ബുഷാണ് വന്നത്. ഒന്ന് പിച്ചലയുടെയും ഉണ്ട്, ഒന്ന് മെറ്റലിൻ്റെയും ഉണ്ട്. അതൊന്ന് അഴിച്ച് നോക്കിയിട്ട് കോളർ ബുഷ് മാത്രം മാറ്റിയതിൻ്റെ കാര്യം ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് മാറ്റിയിട്ട് വരും കേട്ടോ. ഫ്രണ്ട് ഷോക്ക് എന്തെങ്കിലും രണ്ടും മാറ്റിയിടണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വീലയച്ചേക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ്. സെൽഫിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 2 പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മളതിൻ്റെ ഈ ക്ലച്ച് സൈഡിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ബെൻഡെക്സ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് വർക്കിംഗ് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല. ചില സമയങ്ങളിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ലൂബ്രിക്കേറ്റ് ചെയ്തൊന്ന് ഇട്ട് നോക്കാം. വളരെ ശോകാവസ്ഥയിലാണ് വർക്ക് ചെയ്യുക. കയറി വന്നാൽ ചില സമയത്ത് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂളിച്ച മെയിനായിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പ്രോബ്ലം ബാറ്ററിയാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നോർമൽ രീതിയിൽ 12.62 വരെ കിട്ടണമുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കും മോട്ടോർ വർക്ക് ചെയ്യാനായിട്ട്. അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 8.12 8.10 വന്നു കേട്ടോ. അതായത് 8.5 വോൾട്ടിൽ താഴേക്ക് വന്നാൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ബാറ്ററിയുടെ പ്രോബ്ലം നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയും സെൽഫിൻ്റെ ആ ബെൻഡെക്സ് യൂണിറ്റും കൂടി മാറ്റിയാലാണ് ശരിക്കും ആ കംപ്ലയിൻറ്റ് തീരുള്ളൂ. അതായത് ബാറ്ററി സെറ്റ് മാറണം, ഈ ഒരു ഐറ്റം മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെയുള്ളൊരു ഓപ്ഷൻ, നമുക്ക് ഇതും ഏകദേശം ഒരു 1000 രൂപ അടുത്ത് വില വന്ന സാധനമാണ്. പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും, ബെൻഡെക്സ് എന്ന് പറയും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് WD-40 ഒക്കെ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ടൈറ്റുള്ള കാണിക്കണം. അപ്പോൾ പിന്നീട് കംപ്ലയിൻറ്റ് കാണിച്ചാണെങ്കിൽ മാറ്റിയാലും മതി. പക്ഷേ ബാറ്ററി മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നിലവിൻ്റെ ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 3000 കിലോമീറ്ററൊക്കെ ഓടിയുണ്ടെങ്കിൽ മാറ്റി കളയണം നല്ലത്. അപ്പോൾ ഈ മീറ്റർ വർക്ക് ചെയ്യാതെ നമുക്ക് കിലോമീറ്ററിൻ്റെ ദിവസം അറിയാനും പറ്റില്ല കേട്ടോ. ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഓയിലും മാറ്റി കളയാം. അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇടുന്ന എസ്റ്റിമേറ്റിൽ ബെൻഡെക്സ് തൽക്കാലം ഇടണില്ല. കാരണം എന്ന് വെച്ചാൽ ബെൻഡെക്സ് വരുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ 980 രൂപ കണ്ടാണ് ഈ ഐറ്റത്തിൻ്റെ വില കേട്ടോ. ബാക്കിയത്തെ ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്, ലിങ്കിൻ്റെ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഷോക്കിൻ്റെ ബുഷ് ഷോക്ക് അസംബ്ലി ഉൾപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഹാൻഡിലിൻ്റെ ഇവിടുത്തെ കിടന്ന ചെറിയ ഷെയ്ക്കിങ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയതാണ് ഈ സൈഡ്. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്കൊന്ന് പിടിപ്പിക്കാം, അതേ നടക്കുള്ളൂ. കാരണം അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ കവറ് മാറ്റേണ്ടി വരും. കവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തൊക്കെ വരുത്തി മാറ്റാനേ പറ്റുള്ളൂ. ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പൊട്ടിപ്പോണതിൻ്റെ മെയിൻ റീസൺ ഫ്രണ്ട് ഷോക്ക് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ജെർക്കിങ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫൈബർ ചെറിയ ജെർക്കിങ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് പൊട്ടിപ്പോവുക. ഹാൻഡിൽ കവർ പൊട്ടും. പക്ഷേ ഈ ബോഡികളൊന്നും അത്രയും പ്രശ്നം കാണിക്കില്ല. ഹാൻഡിൽ കവർ, വിൻഡ് സ്ക്രീനൊക്കെയാണ് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ബാക്കിത്തെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.